സോ ഹലോ ഗൈസ്, വന്നിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ GTA 5 ഗെയിം പ്ലേ വീഡിയോ ആണ്. അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രാങ്ക് ഭയങ്കര സ്റ്റഡാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ കാർ റോബ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് നമ്മുടെ സിമിയോൺ നമുക്ക് തരാമെന്ന് പറഞ്ഞു 5 മില്യൺ ആണ്. ഇത്ര ദിവസമായിട്ട് തന്നിട്ടില്ല. എന്താണ് കാരണം എന്നറിയില്ല, വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായില്ല. നമുക്ക് എന്തായാലും ഒന്ന് അവിടം വരെ ഒന്ന് ചെന്ന് നോക്കണം. നമ്മളെ വേണ്ടിയിട്ട് തന്നെ പോകാൻ നമ്മളെ പറ്റിച്ച് അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്നാ പറഞ്ഞത്. ആളെ വിടുക, അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്ന് പറഞ്ഞാൽ ആളെ പറ്റിച്ച്. സിമിയോന്റെ ഷോറൂമിലെത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കൂടെ തന്നെ കയറാൻ കഴിക്കുന്നത്. അവിടെ സിമിയോണേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, ഓഫീസിൻ്റെ ഉണ്ടാവും. വണ്ടിയൊക്കെ ഞാൻ കത്തിക്കുന്നു. സിമിയോണെ, അവൻ എനിക്ക് പൈസ വന്നിട്ടുള്ളൂ. അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാതാണോ പറഞ്ഞത്. അവൻ എനിക്ക് പൈസ വന്നിട്ടില്ല. അവൻ നമ്മളെ പറ്റിച്ച്. എടോ, എന്നാ തനിക്കിത് വിളിച്ചപ്പോ എന്റെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു തനിക്ക്? എടോ, ഞാൻ നിൽക്കടുത്തവരെ പറയാ. നീ പിന്നെ വെറുതെ പൈസ പോയടാ. നീ കഷ്ടപ്പെട്ടതിന് ഒരു ഇതില്ലാതായി പോയടാ. ഒരിതുമില്ല. അവന്റെ വീട് എനിക്കറിയോ. നമുക്ക് കേറാം, നമുക്ക് പോവാ. ഇവിടെ അവരൊക്കെ വലിയ മാഫിയ ടീമാടാ. അവിടെ അവരുടെ അടുത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. താൻ അവരുടെ ലൊക്കേഷൻ പറഞ്ഞു. താൻ വന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം. ഇവിടെ നീ ഒറ്റക്ക് ഞാൻ ലൊക്കേഷൻ തരാം. അയച്ചേക്കാം. മനുഷ്യന്റെ പൈസ കാണിച്ച് പുതുപ്പിച്ചിട്ട് സിമിയോൺ പറഞ്ഞതെല്ലാം കാര്യമുണ്ട്. അവരൊരു മാഫിയ ടീമാണെന്നാണ് സിമിയോൺ പറഞ്ഞത്. പൈസ അവരുടെ അടുത്തോട്ട് വെറും കൈയോടെ നമുക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല. തോക്ക് വേണം. നമ്മൾ തോക്കാണെങ്കിൽ ഒരു ചെറുക്കനെടുത്ത് വിൽക്കുകയും ചെയ്തു. എന്നിട്ട് ആ വണ്ടി റിപ്പയർ ചെയ്ത് ആ മണ്ടരൻ്റെ അടുത്ത് കൊടുക്കുകയും ചെയ്തു. നമുക്ക് അങ്ങോട്ട് പോണേക്കുമ്പോൾ ഒരു ഗണ്ണ് പോലും ഇല്ലാതെ പോയാൽ ശരിയാവുമെന്നുള്ള എനിക്ക് അറിയില്ല. ബട്ട് നമുക്ക് എന്നാലും ഒന്നും കൂടി കയറി നോക്കാം. ഹലോ ചേട്ടാ, അതെ അന്ന് സിമിയോൺ ഞാൻ കണ്ണു വാങ്ങിച്ചതിന്റെ പൈസ തന്നില്ലേ? ഞാൻ പറഞ്ഞിരുന്നു തരാന്നാ പറഞ്ഞ. പുള്ളി പിന്നെ മറന്നുപോയതാണ്. പുള്ളി പിന്നെ വിളിച്ചപ്പോ പറഞ്ഞ് കൊടുത്തിരുന്നു പറഞ്ഞു. അപ്പൊ അതെ, എനിക്കൊരു കണ്ണും കൂടി വേണം. ഇതിന്റെ പൈസ സിമിയോൺ തരും. ഞാൻ സിമിയോനോട് പറഞ്ഞിട്ടുണ്ട്. അതെ, മിഷ്യൻ കണ്ണിനൊക്കെ എത്ര രൂപ വരും? മിഷ്യൻ കണ്ണിന് ഒരു $10,000 അടുത്ത് വരും. ആ മിഷ്യൻ കണ്ണ് മതി. സിമിയോൻ തരും. ഞാൻ ഇന്ന് വൈകുന്നേരം എത്തിക്കാൻ പറഞ്ഞേക്കാം. കിട്ടി. ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. മിഷ്യൻ കണ്ണ് തന്നെ നമ്മൾ വാങ്ങിച്ചേക്കണേ. നമുക്ക് എന്തായാലും ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ലൊക്കേഷൻ അങ്ങോട്ട് ഒന്ന് പോയി നോക്കണം. തോന്നുന്നത് കാണുന്ന വീടാണ് മാഫിയറ. ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അല്ല വീട് മാറിപ്പോ. സോറി വീട് മാറിപ്പോ. പോയിക്കോളേട്ടോ. വല്ല ആവശ്യമുണ്ടോ? പോടാ പോടാ.
എന്റെ പൊന്നായിട്ട് ഞാൻ അതേ വെറുതെ അങ്ങോട്ട് പാല് വാങ്ങാൻ ഇറങ്ങിയാണ്. ഞാൻ പോട്ടെ ഗൈസ്. അയാൾ അവിടെ തന്നെ എത്തും ഗൈസ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം ഗൈസ്. എന്തായാലും അയാൾക്ക് അയാളവിടെ പോയിട്ടുണ്ട്. ഗൈസ് നമുക്ക് എന്തായാലും ഇങ്ങനെ കയറി ചെല്ലും. ഒരിക്കലും നടക്കില്ല ഗൈസ്. ഫുൾ സെക്യൂരിറ്റിയാണ് വീടിൻ്റെ ചുറ്റിനും. അപ്പോൾ ഇനി അടുത്ത് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഡ്രസ്സ് എടുക്കാനായിട്ട് പൈസ ദിവസം എടുത്ത് ഇവിടെ നിന്ന് ഇനി എന്തായാലും നമുക്ക് പൈസ ഇട്ട് പോകാനുള്ള നമ്മുടെ അടുത്ത് ആകെയുള്ള മറ്റേ നമ്മുടെ വിഷയം കണ്ട അതിന് കൊടുക്കാനേ വയ്യ. നമുക്ക് കുറഞ്ഞ കൂട്ടിച്ചൂട്ടും കിട്ടുമോ നമ്മുടെ ചേച്ചി? അതെ, ഒരു ഹെൽപ്പ് ചെയ്യൂ. എനിക്കൊരു കോട്ടൺ സൂട്ടും വേണം. അപ്പൊ ആ കോട്ടൺ സൂട്ടും ഏറ്റവും കുറഞ്ഞ, അതായത് അതിൻ്റെ ഉപയോഗിച്ചതായാലും കുഴപ്പമില്ല. എനിക്കൊരു ഫാൻസി ഡ്രസ്സിന് വേണ്ടി പോകാനാണ്. ഒരു കോട്ടൺ സൂട്ടും ഉണ്ടാവോ? പോയി നോക്കോ, പറഞ്ഞാൽ മതി. നമുക്ക് അത് ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കാം. ചെയ്യാം. $1 day $200. $1 day $200 ഈ ഒരു ഡ്രസ്സിന്. 1 day, അതായത് ഇന്നൊരു ദിവസത്തേക്ക് $200 മാത്രമേ കിട്ടുള്ളൂ. ചേച്ചി ഒരു മാസ്ക് കിട്ടുമോ? മാസ്ക് ഓക്കെ. നമ്മളൊരു വെപ്പ് താടിയെ വാങ്ങിച്ചു വെച്ച് ഇനി ഫ്രാങ്കിളിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് വാങ്ങിച്ചില്ല. നമ്മളിതൊക്കെ വാടകയ്ക്കാണ്. ഇനി നമ്മുടെ ടോട്ടൽ ആകെ ബാക്കി $70 ഉള്ളു കേസ്. നമ്മൾ ടോട്ടൽ ബാക്കി നമ്മൾ റെൻറ്റിന് എടുത്തേക്കാണ് നമ്മൾ നമ്മുടെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ. വണ്ടി ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട്. വണ്ടി ഇവിടെ നിന്ന് മാറ്റി എവിടെയെങ്കിലും ഓടുന്നത്. വീട് തുറക്ക്. ഹലോ. അത് സാറേ, വണ്ടി ടയറൊന്ന് പഞ്ചറായി. ഞാനൊന്ന് ചുമ്മാ ഒന്ന് പോയിട്ട് വരാൻ നോക്കി. ടയർ പഞ്ചറായതുകൊണ്ടാ സാറേ. അതെ, നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇട്ടേക്കണേ. എനിക്ക് അവിടെ ചാർജ് വണ്ടിയുടെ അടുത്താണ്. വണ്ടി ആ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടോ? സാറേ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. പോലീസ് വണ്ടി അവിടെ കിടപ്പുണ്ട്. 2 വണ്ടി കിടപ്പുണ്ട്. ആരും നമ്മളെ പിടിക്കാതിരുന്നാൽ മതി, അത് മാത്രം ശ്രമിച്ചാൽ മതി. ഓക്കെ സാറേ, ഇന്ന് എൻ്റെ ഡ്യൂട്ടിയാണ്. സാറേ. ഓക്കെ, എടുക്കാം. 5 minutes later. സാർ, എന്നോട് ആരോ വിളിച്ചാൽ പോരെ? എത്ര രൂപ കിറ്റാണ്? 2 പാക്കറ്റല്ലേ സാറേ? ഞാൻ 2 പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് വരാം. ഡോഡോ ഈ വണ്ടി എടുക്കാൻ പാടില്ല. ഇല്ലില്ല, എന്നോടാ സാർ പറഞ്ഞെടുത്തോളെ. സാറ് വണ്ടി എന്നോട് എടുത്തോളാൻ പറഞ്ഞ് ഇപ്പോൾ ഒന്ന് പാല് വാങ്ങാൻ പോയത്. സാറേ, ഗേറ്റ് ഒന്ന് ഉറക്കും. ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരാം. സാറ് വേഗം പോട്ടോ. സൂപ്പർ എടുത്ത് അറിഞ്ഞിട്ടില്ലാന്ന് സൂപ്പർ എടുത്തിട്ടുണ്ട് നമ്മള്. വണ്ടി എവിടെയെങ്കിലും ഒതുക്കണം. ഇനി നമ്മ ചെന്നാ പിടിക്കും, എന്തായാലും പിടിക്കും. നമ്മളാ വണ്ടിയും കൂടെ തിരിച്ച് കണ്ടില്ലെങ്കിൽ എന്തായാലും പിടിക്കും. നമുക്ക് ഇവിടെ കിടക്കട്ടെ, ആരും കാണൂലെന്ന് തോന്നുന്നു. വണ്ടി ഇവിടെ കിടക്കട്ടെ. നമുക്ക് ആ ലെംബോർഗിനി പോട്ടെ. ലെംബോർഗിനി നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് അതിൻ്റെ അപ്പുറത്തൊരു വണ്ടി കിടക്കുന്നുണ്ട്. നമ്മുടെ നിസാൻ സ്കൈലൈൻ ആണ്. എൻ്റെ പോലെ പക്കാ മോഡിഫൈ ചെയ്ത വണ്ടി. നമുക്ക് ആ വണ്ടി എങ്ങനെയെങ്കിലും എടുക്കണം ഗൈസ്. നമുക്ക് ഇനി അമ്മ ചെന്നാൽ നമ്മൾ ഉറപ്പായിട്ട് പൊക്കും. ഇനി ഒന്നും ചെയ്യാനില്ല ഗൈസ്. കയറി ചെല്ലുന്നു, അടിക്കുന്നു. അവന്മാരൊക്കെ അതിനെ അടിക്കണം. ഇപ്പൊ അവിടെ മൊത്തം ഇളകിയിട്ടുണ്ടാവും. നല്ല സീനാവും മിക്കവാറും. ഇപ്പൊ
Guys, എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു അവരിൽ ഏറ്റവും കൂടിയ വണ്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഗ്യാപ്പിക്ക് എടുക്കാൻ സ്റ്റാർ ബ്ലിങ്ക് ആവുന്നുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞ് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു. ബട്ട് വണ്ടി വലിയുന്നില്ല. സ്റ്റാർ ബ്ലിങ്ക് ആവുന്നുണ്ട്. വണ്ടി കൺട്രോളിൽ എടുക്കാൻ ഭയങ്കര ടഫാണ്. ഓ സ്റ്റാർ പോയി. എന്റെ പൊന്നോ, ഇന്നൊക്കെ മറ്റേ സ്ഥലത്ത് പോയിട്ട് വണ്ടി എടുക്കണം. മറ്റേ വണ്ടി വിട്ടിട്ടുണ്ട്. ഓടിച്ചോണ്ട് ഒരു ഭയങ്കര ടഫാണ്. ഇത് ഓടിച്ച് നമുക്ക് നേരെ ഇത് ഓടിച്ചിട്ട് നമ്മുടെ സിമിയോന്റെ കടയിൽ കൊണ്ട് ഷോറൂമിൽ കൊണ്ടുവിടാം. നമ്മള് അങ്ങനെ എത്താറായിരിക്കുകയാണ് നമ്മുടെ സിമിയോന്റെ ഷോറൂമിൽ. തൽക്കാലം സിനിമയോടൊന്നും പറയണ്ട. നമ്മ വണ്ടി എടുത്തതിന്റെ ഉള്ളിൽ കയറ്റിയിട്ടേക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ വണ്ടി എടുക്കുന്നു തന്നെ. നമ്മൾ ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ. നമുക്ക് ഇനി പോയിട്ട് വണ്ടിയൊക്കെ എടുത്ത് മാറ്റിയോ വണ്ടി കൊടുക്കുന്നു. ഇത് നേരെ പോയിട്ട് നമുക്ക് മറ്റേ വണ്ടി പോയെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കൊണ്ടുപോയി നമ്മുടെ സിമിയോന്റെ ഷോറൂമിൽ കൊണ്ടുവരണം. മറ്റേ വണ്ടി കൊടുക്കണം. നമുക്ക് സൂപ്പർ എടുക്കാം. മറ്റേ നിസാന്റെ സ്കൈലൈൻ നമുക്ക് വേണ്ട. അത് ഭയങ്കര കൺട്രോളാണ് നമുക്ക് ഓടിക്കാൻ. അയാൾ കണ്ടിട്ടില്ല. വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഹോട്ടലൊക്കെ അവിടെ ഇരിക്കട്ടെ. സൂപ്പർ അല്ല കിടന്ന വണ്ടി. ഇതിന് ഞാനൊരു 5 മില്യൺ തന്നേക്കാം. 5 മില്യൺ എന്നാ താൻ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ പോണുള്ളൂ. അക്കൗണ്ടിലേക്ക് ഇപ്പൊ പൈസ ഇട്ടിട്ട് പോണുള്ളൂ. പൈസ ഓക്കെ. ഞാൻ വണ്ടി കൊണ്ടുപോവാണ്. ഓടോ ശരി പോയിക്കോ. ഞാൻ പോണു. 5 മില്യൺ കിട്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മള് ഇന്നാണ് ശരിക്കും മില്യണർ ആയിരിക്കുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അത് നിങ്ങൾക്കറിയാൻ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തടുത്ത വേറെ വെറൈറ്റി കണ്ടന്റ്സ് ആയിട്ട് വീണ്ടും വരും. അതുപോലെ എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി ബൈ. പിന്നെ ലൈക്ക് അടിക്കാത്തൊരു മറക്കണ്ട. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 15 ലൈക്കാണ്. 15 അല്ല 50 ലൈക്ക്. 50. ഓക്കെ, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ മച്ചന്മാർക്കും ബൈ.